നമസ്തേ. ഈ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, എത്രമാത്രം ഞാൻ പരിശ്രമിക്കുന്നു, എത്രമാത്രം ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നു, എത്രമാത്രം ഞാൻ അഫർമേഷൻ ചെയ്യുന്നു, ഇതൊന്നും ചെയ്തിട്ടും ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇതിനുവേണ്ടി പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തിരിച്ചടികളാണല്ലോ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടില്ല. കുറേ കഴിയുന്ന സമയത്ത് നമ്മൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ചില സമയങ്ങളിലാകട്ടെ ചിലത് നമ്മളുടെ മുന്നിൽ നിന്ന് തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്കത് കിട്ടുന്നതായിട്ടുള്ള അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ പല യുവാക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വിവാഹം നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, വധുവിനെ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വിവാഹം നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ച് നടക്കുന്നതായിട്ടുള്ള യുവതി യുവാക്കൾ, അവരുടെ മാതാപിതാക്കൾ, എന്നാൽ വിവാഹം നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ നൂലാമാലകളിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഡിവോഴ്സ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കടക്കണിയിലേക്ക് പോകുന്നു, അതിൻ്റെ നൂലാമാലകളിലായിട്ട് പെട്ട് ഉഴലുന്നതായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഒരു സൈഡിലുള്ള ആളുകൾ എനിക്കിത് നടക്കുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന സമയത്ത് മറ്റേ സൈഡിലുള്ള ആളുകൾക്ക് അത് നടന്നതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഫേസ് ടു ഫേസ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നടന്നയാൾ വിചാരിക്കും, അവനെ പോലെ നടക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ നടക്കാത്തവൻ വിചാരിക്കും, അവനെ പോലെ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം, ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിവാഹം മാത്രമല്ല, ജീവിതത്തിൽ എന്ത് കാര്യമായിക്കോട്ടെ, ചിലപ്പോൾ അതൊരു ലോട്ടറി അടിക്കണം എന്നുള്ള ആഗ്രഹം തൊട്ട് ചിലപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ രാപ്പകലില്ലാതെ പണിയെടുത്ത് എന്തെങ്കിലും ഒരു നേട്ടം കൈവരിക്കണം, ഒരു വീട് വേണം, അല്ലെങ്കിൽ ഒരു കാറ് വേണം, അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മുടെ ഇടയിൽ, നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പേറിക്കൊണ്ടാണ് മനുഷ്യന്മാർ നടക്കുന്നത്. ചില ആളുകൾ അത് പുറത്തു പറയുന്നു, ചില ആളുകൾ അത് പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് നമ്മളിതിൽ മുഖവിലയ്ക്ക് എടുക്കുന്നത്, ഇങ്ങനെ ശക്തമായിട്ടുള്ള ആഗ്രഹമുണ്ട്, അത് എത്രമാത്രം പരിശ്രമിച്ചു, അതിനുവേണ്ടി അധ്വാനിച്ചിട്ടും അത് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആ ഒരു വിഭാഗം ഉണ്ടല്ലോ. അല്ലാതെ ഒന്നും ചെയ്യാണ്ട് ഇതെനിക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്നതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. കാരണം നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യുകയാണ്. കാരണം നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് സ്മാർട്ട് വർക്ക് വേണം, നമുക്ക് മൾട്ടി ഡയമെൻഷണൽ വർക്ക് വേണം, എന്നാൽ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് പ്രപഞ്ചം എല്ലാ സംഗതികളും ഇങ്ങോട്ട് തരാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈ യൂണിവേഴ്സ് ഡിലേ സംതിങ്, എന്തുകൊണ്ടാണ് പ്രപഞ്ചം ചിലതിനെ ഡിലേ ചെയ്ത് താമസിപ്പിച്ച് വൈകിപ്പിച്ചു വെക്കുന്നത്, തടഞ്ഞു വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ യാത്രാമധ്യേ അല്ലെങ്കിൽ യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തി വന്നു, സഹായം അഭ്യർത്ഥിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു ഫോൺ കോൾ വന്നു. ചിലപ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരിക്കും, കാരണം ഒരു വഴിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ വന്ന് നിന്നിട്ട് തടസ്സപ്പെടുത്തുകയാണല്ലോ എന്നുള്ളത്. പക്ഷേ പിന്നീട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കും, ചിലപ്പോൾ മനസ്സിലാക്കില്ല. അതായത് യാത്രാമധ്യേ വരാനിരുന്നതായിട്ടുള്ളൊരു അപകടം ഇങ്ങനെ ഡിലേ ആയതുകൊണ്ട് നമ്മളിൽ നിന്ന് ഒഴിവായി പോയി. അപകടം എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഇപ്പം ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ കുറച്ച് താമസിച്ചു പോയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പല സ്ഥലങ്ങളിലും നമ്മൾ വിചാരിക്കും, നേരത്തെ എത്താതിരുന്നത് നന്നായി, ഇപ്പം എത്തിയത് എത്ര മഹത്തരമായി എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മൾ ആശ്വസിക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ പ്രപഞ്ചം നമ്മളിൽ നിന്ന് തടഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു അന്വേഷണം, ഒരു ആത്മീയ യാത്രയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നടത്തുന്നത്. നമ്മളിവിടെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കുകയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുകയാണ്, നമുക്ക് എത്രമാത്രം റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ്, നമ്മുടെ ചുറ്റിനുള്ള ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വഴിവെക്കുന്ന രീതിയിൽ ഈ ഒരു നിമിഷങ്ങൾ നമ്മൾ ചെലവഴിക്കാനായിട്ട് പോവുകയാണ്. ആക്ച്വലി ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ജീവിതത്തിലെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യ സന്ദേശമാണോ എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ പോസ് ചെയ്യേണ്ടി വരും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇതുവരെ എങ്ങനെയാ ചെയ്തത് എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മളൊന്ന് റീസെറ്റ് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അഥവാ വീണ്ടും നമ്മളൊന്ന് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ പോലും ചിലപ്പോൾ വരും എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചം നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുകയാണ്, നിങ്ങൾ ശരിയായിട്ടുള്ള വഴിയിലാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള വഴിയിലല്ല പോകുന്നത് എന്നുള്ളതിൻ്റെ ചില സബ്റ്റിലായിട്ടുള്ള അടയാളങ്ങൾ കാണിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഒന്നും കൂടെ മെച്ചപ്പെട്ടതായിട്ടുള്ള മറ്റൊരു ട്രാക്ക് ഉണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഗതികൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ലെസൺസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം നമുക്ക് ചിലപ്പോൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം എനിക്ക് ഇന്ന മേഖലയിൽ താല്പര്യം ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചു, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയായിട്ടില്ല എന്നുള്ളത്. അപ്പം ആ മേഖലയെക്കുറിച്ചിട്ട് എനിക്കൊരു അവബോധം
എക്സ്പീരിയൻസ് ലേണിംഗ് ലഭിക്കുകയാണ്. അങ്ങനെ ലഭിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം അനുഭവങ്ങളാണ്, ചെയിൻ ഓഫ് എക്സ്പീരിയൻസസ് ആണ് നമ്മുടെ ജീവിതം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ബുദ്ധിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ജീവിതത്തിനെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കാണുന്ന സമയത്ത് നമുക്കത് പരാജയമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഡിലേ വരുന്ന സമയത്ത് പ്രപഞ്ചം ചിലപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ വഴിയെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പോകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ വഴിയല്ല, ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കൂ എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ പ്രപഞ്ചം തരാനുള്ള സാധ്യതയും വളരെ അധികമാണ്. ഇപ്പൊ ഈ ഡിലേ വരുന്ന സമയത്ത് നമുക്കൊരു മൂവ്മെന്റ് കിട്ടുന്നില്ല, മുന്നോട്ടുള്ള പ്രയാണം നമുക്ക് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ചലനമില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇമോഷണൽ ആയിട്ടുള്ളതും നമ്മുടെ മാനസികമായിട്ടുള്ളതുമായിട്ടുള്ള വൈബ്രേഷൻസിനെയൊക്കെ ഏകീകരിക്കുന്ന ഒരു സമയമാണ് ഈ ഡിലേ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു എനർജി സിങ്കിങ് നടക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. അതൊരു പോസാണ്, അല്ലെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് റീചാർജിങ് ആണ്, അല്ലെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണ് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നമുക്ക് തരുന്നതായിട്ടുള്ള ഡിലേ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് എനർജറ്റിക് സിങ്കിങ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചില സമയങ്ങളിൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ചിലത് ആഗ്രഹിക്കും. അത് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള, നമ്മൾ നിരീക്ഷിച്ചതായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു വഴി, ആ ബുദ്ധിയുടെ ആ മനസ്സിൻ്റെ വഴിയുമായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ വഴി, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റം ആ വഴിക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇന്റേണലി ഒരു കോൺഫ്ലിക്റ്റ് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും പ്രപഞ്ചം നമുക്ക് ഈ കാര്യങ്ങൾ തടഞ്ഞു വെക്കുന്നത് പോലെ നമുക്ക് തോന്നുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഡിലേ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യവും കൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പോസ് എന്ന് പറയുന്നത് ഇന്റേണൽ അലൈൻമെന്റ് റെഡി ആണോ എന്ന് നോക്കേണ്ട ഒരു അവസരവും കൂടിയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രപഞ്ചം തരുന്നതായിട്ടുള്ള ഒരു പോസ് സ്റ്റേജ് തന്നെയാണിത്. മറ്റു ചില സമയങ്ങളിലാകട്ടെ സംതിങ് ബെറ്റർ, സംതിങ് ബിഗ്ഗർ ഈസ് കമ്മിങ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പോഴുണ്ടാകുന്ന ആ ചെറിയ കാര്യം തടസ്സപ്പെടുത്തി വെച്ചിട്ട് അതിനെ കൂടുതൽ മികച്ച രീതിയിൽ, കൂടുതൽ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ രീതിയിലുള്ള ഒരു ബന്ധം നമ്മൾ ആഗ്രഹിച്ചു, അത് നടന്നില്ല. അപ്പൊ പ്രപഞ്ചം അവിടെ പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അതിനേക്കാളും ഹയർ ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സംഗതി നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ അധികമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും പ്രപഞ്ചം നമ്മളിൽ നിന്ന് കാര്യങ്ങൾ തടഞ്ഞു വെക്കുമെന്നുള്ളതാണ്. എ ബെറ്റർ ടുമോറോ ഈസ് കമ്മിങ്. നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ക്ലിയർ ഇൻഡ്യൂഷൻ ലഭിക്കുന്നത്. നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഒരുപാട് നോയ്സ് ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ ആ ക്ലിയർ ആയിട്ടുള്ള ഇൻഡ്യൂഷനെ കേൾക്കണമെങ്കിൽ നമ്മളൊന്ന് പോസ് ആകേണ്ടിയിരിക്കുന്നു, നമ്മളൊന്ന് സ്റ്റില്ലാകേണ്ടിയിരിക്കുന്നു. സോ സ്റ്റോപ്പ്, അല്ലെങ്കിൽ നിൽക്കൂ, ഇതൊന്ന് കേൾക്കൂ, അല്ലെ? അങ്ങനെയല്ലേ നമ്മളോട് പ്രിയപ്പെട്ട വ്യക്തികളൊക്കെ പറയുന്നത്, ഒന്ന് നിൽക്കൂ, ഇത് കേൾക്കൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിലൂടെ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കേണ്ട അവസരങ്ങൾ വരുന്ന സമയത്തും നമുക്ക് ഇത്തരത്തിലുള്ള ഡിലേ അല്ലെങ്കിൽ പോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് നോയ്സ് ആണെങ്കിൽ പോസ് എന്ന് പറയുന്നത് വിസ്ഡമാണ്, അല്ലെങ്കിൽ ജ്ഞാനമാണ്. യഥാർത്ഥത്തിൽ സ്പിരിച്വൽ അപ്ഗ്രേഡ് ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സ്റ്റിൽനെസ്, ഡിലേ അല്ലെങ്കിൽ പോസിന്റെ സമയങ്ങൾ വരുന്ന അവസരങ്ങളിലാണ്. അവബോധം, ക്ലാരിറ്റി, മച്യൂരിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഗ്രോത്ത് ഫേസ് എന്നുള്ളതിനപ്പുറത്തേക്ക് പോസ് ഫേസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അവബോധവും നമ്മളുടെ കാര്യങ്ങളിൽ നമുക്ക് നല്ലതായിട്ടുള്ള വ്യക്തത വരുന്നതായിട്ടുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടത്ര പക്വതയും പാകതയും വരുന്ന സമയത്ത്, പക്വമതികളായിട്ടുള്ള വ്യക്തികളെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അവർ പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്യുന്നില്ല. വളരെ ശാന്തമായിട്ട് നിശബ്ദമായിട്ടിരുന്നുകൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അവരുടെ ടേൺ വരുമ്പോഴാണ് അവർ സംസാരിക്കുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ വക കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നത് കാംനെസ്സിലാണ്, സ്റ്റിൽനെസ്സിലാണ്. സോ പ്രപഞ്ചം നമ്മളിൽ നിന്ന് തടഞ്ഞു വെക്കുന്നു എന്ന് പറയുമ്പോൾ, ഡിലേ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ പോസ് എന്ന് പറയുമ്പം, വൈകിപ്പിക്കുക എന്ന് പറയുമ്പം, നിർത്തിവെക്കുക എന്ന് പറയുമ്പം, താൽക്കാലികമായിട്ട് സ്തംഭിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പം, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് അത് സ്റ്റിൽനെസ് ആണ്, അത് കാംനെസ് ആണ്. അവിടെ നമ്മൾ റിയലൈസ് ചെയ്യുകയാണ്, അവിടെ നമ്മൾ മച്യൂരിറ്റി അറ്റൈൻ ചെയ്യുകയാണ്, അവിടെ നമ്മൾ കൂടുതൽ വ്യക്തത നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിനെ പ്രതിയും കണ്ടെത്തുകയാണ്. നമ്മുടെ കർമ്മത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുകയാണ്. മുന്നോട്ടുള്ള കർമ്മപാത എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതിൻ്റെ ഇൻസൈറ്റ്സ് നമ്മൾ അവിടെ നിന്ന് ആർജിച്ചെടുക്കുകയാണ്, ആക്വയർ ചെയ്തെടുക്കുകയാണ്. ഇതിനു വേണ്ടിയൊക്കെയുള്ള സമയങ്ങളാണ് ഈ പറയുന്ന ഡിലേ പോസ് എന്നൊക്കെ ഉള്ള രീതി നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശാന്തമായിട്ടിരിക്കുന്നു, നമ്മളൊരാളെ ലിസൺ
പരിശ്രമം ചെയ്യുമ്പോൾ നമ്മൾ ശാന്തമായിട്ടിരിക്കുന്നു. നമ്മൾ സന്തോഷത്തോടെ, യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ചലഞ്ചസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സമാധാനമില്ല. അപ്പം നമ്മൾ ഒത്തിരി അടിച്ചു പൊളിക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ഒരുപാട് കടമൊക്കെ എടുത്ത് വലിയ വാഹനം മേടിച്ചു, വലിയ വീട് വെച്ചു, ജോലി ചെയ്ത് ഇതൊക്കെ അടച്ച് വീട്ടിൽ കൊണ്ട് പോകുന്ന സമയത്ത് ആ ജോലിക്ക് എന്തെങ്കിലും ഒരു ത്രെട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരുപാട് കടം മേടിച്ചുണ്ടാക്കി ആ വലിയ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിനേക്കാളും നമ്മൾ അന്നേരം ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു ഷെഡ്, ഒരു ഓലപ്പര ആയിരുന്നെങ്കിൽ പോലും മതിയായിരുന്നു. അതിൽ കിടക്കുന്ന സമാധാനമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ പല ബന്ധങ്ങളിലേക്ക് ആളുകൾ പോകുന്ന സമയത്ത് ആ ബന്ധങ്ങളിലേക്ക് പോയത് കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ആളുകൾ ചിന്തിക്കും സിംഗിളായിട്ട് നടന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ മുന്നിൽ എന്ത് കാര്യവും നമ്മൾക്ക് തടസ്സപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ റീതിങ്ക് ചെയ്യുക, നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, ഇതുവരെ വന്ന വഴികൾ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. ആ വഴി കൂടെ തന്നെ ഞാൻ മുന്നോട്ട് പോകണമോ, അല്ലെങ്കിൽ കൂടുതൽ ബെറ്ററായിട്ട് പോകണമോ, അല്ലെങ്കിൽ ട്രാക്ക് മാറ്റേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു അവസരമാണ് ഈ പറയുന്നതായിട്ടുള്ള. നമുക്കിനി അതിനെ നമുക്ക് പോസ് എന്ന് പറയണ്ട, ഇനി അതിന് ഡിലേ എന്ന് പറയണ്ട, ഈ കാംനെസ്സിൻ്റെ, ഈ സ്റ്റിൽനെസ്സിൻ്റെ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഇതിനെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നിമിഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചെലവഴിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പുതിയൊരു പെർസ്പെക്റ്റീവ് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അത് നമ്മളെ കൂടുതൽ, നമ്മുടെ പെർസ്പെക്റ്റീവ് കൂടുതൽ ആംഗിളുകളിൽ നിന്ന് നമ്മൾക്ക് കാര്യങ്ങളെ നോക്കി കാണാൻ കഴിയുന്ന സമയത്താണ് നമുക്ക് ബോധമണ്ഡല വികാസം നമ്മുടെ കൂടുതൽ ഫ്ലെക്സിബിൾ ആകുന്നത്, കൂടുതൽ വികസിക്കുന്നത്. സോ വികസിതമായിട്ടുള്ള ബോധമണ്ഡലത്തിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ പരാജയപ്പെടുന്നില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്തുകൊണ്ട് സ്പിരിച്വൽ ഗ്രോത്തിലേക്കാണ് റിസൾട്ട് ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എൻലൈറ്റൻമെൻറ്റിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.